രാത്രിയുടെ ആകാശം പലപ്പോഴും ശാന്തതയുടെ ഒരു അനുഭൂതിയാണ് നമുക്ക് തരുന്നത്. ശാന്തതയുടെ ഒരു തോന്നലാണ് തരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇടയ്ക്കിടെ ചില ആകാശ സന്ദർശകർ നമ്മളുടെ ആകാശത്തിലൂടെ കടന്നു പോകാറുണ്ട്. അത്തരം സന്ദർശനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ചലനാത്മകമായ പ്രപഞ്ചത്തിനെ പറ്റി നമ്മൾ അറിയുന്നത്. അത്തരമൊരു സന്ദർശകൻ ഇപ്പോൾ വരുന്നുണ്ട്. ചിഹ്നഗ്രഹമായിട്ടുള്ള 2025 PM2 എന്നാണ് അതിൻ്റെ പേര്. അതൊരു ഉൽക്ക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയക്കേണ്ടതില്ല, ഇത് ഭൂമിയിൽ പതിക്കാൻ വേണ്ടി വരുന്നതല്ല. നിലവിൽ ഭൂമിയോട് ചേർന്നുള്ള ഒരു പാതയിലാണ് ശാസ്ത്രജ്ഞരുടെയും ജ്യോതിശാസ്ത്രജ്ഞരുടെയും ബഹിരാകാശ പ്രേമികളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഈ ഒരു ഉൽക്ക അല്ലെങ്കിൽ ആസ്ട്രോയിഡ് കടന്നു പോകുന്നത്. ഏകദേശം 190 അടി 58 മീറ്റർ വ്യാസമുള്ളതും മണിക്കൂറിൽ ഏകദേശം 41,390 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്നതുമായ ഈ ചിഹ്നഗ്രഹം ഓഗസ്റ്റ് 27 നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം 2.31 ദശലക്ഷം മൈൽ കടന്നു പോകുന്ന അതിൻ്റെ ഏറ്റവും അടുത്ത സമീപത്തിലെത്തും. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് 2.31 ദശലക്ഷം മൈൽ അടുത്തായിരിക്കും ഇത് കടന്നു പോകുന്നത്. ഈ 2.31 ദശലക്ഷം എന്ന് പറയുമ്പോൾ, ദശലക്ഷം മൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ബഹിരാകാശത്തിൽ ഇത് വളരെ അടുത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൗമ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ദൂരം വളരെ വലുതാണെങ്കിലും ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ ഒരു അടുത്ത കൂടിക്കാഴ്ചയായി കണക്കാക്കുന്നുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള ഗ്രഹനിരീക്ഷണത്തിനും നിരീക്ഷണ പരിപാടികൾക്കും ഒരു ശ്രദ്ധേയ സംഭവമാക്കി മാറ്റുന്നു. ഈ ബഹിരാകാശ പാറകളെ ട്രാക്ക് ചെയ്യുന്നത് പരിക്രമണ ചലനാത്മകത മനസ്സിലാക്കുന്നതിനും ഭാവി പാതകൾ പ്രവചിക്കുന്നതിനും ദീർഘകാല ഗ്രഹസുരക്ഷ ഉറപ്പാക്കുന്നതിനും നിർണായകമാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ ആസ്ട്രോയിഡ്സ് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള ട്രാക്ക്, അതായത് ഇത് കടന്നു പോകുന്ന ഓർബിറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഗ്രഹത്തിനെ സംരക്ഷിക്കാനുള്ള ചില നിരീക്ഷണങ്ങൾ ഇതിൽ നിന്നുണ്ടാകുകയും ചെയ്യാറുണ്ട്. ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ചിഹ്നഗ്രഹം 2025 PM2 വലിപ്പം, അതിൻ്റെ വേഗത, അതിൻ്റെ കൂട്ടിയിടി സാധ്യതയെപ്പറ്റി നമുക്ക് പരിശോധിക്കാം. 2025 PM2 എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ ഭ്രമണപഥം ഭൂമിയുടെ ഏറ്റവും അടുത്ത പാതയിൽ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. 2025 ഓഗസ്റ്റ് 27 അതിൻ്റെ ഏറ്റവും അടുത്ത സമീപനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ, അതായത് ഇന്നലെയാണിത്, ഈ ഘട്ടത്തിൽ ഏകദേശം 3.72 ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും ഇത് കടന്നു പോകുന്നത്. ഇത് വളരെ അകലെയാണ് എന്ന് തോന്നുമെങ്കിലും സൗരയൂഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് താരതമ്യേന അടുത്താണ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത്രയും കിലോമീറ്റർ ഇല്ലേ, ദൂരം ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. അത് പക്ഷേ ഭൂമിയിലാണ് അത്രയും ദൂരം. നമ്മൾ ബഹിരാകാശത്ത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ ദൂരമൊന്നുമല്ല, ഇതൊക്കെ വളരെ ചെറിയ ദൂരങ്ങൾ മാത്രമാണ്. ഇത് വളരെ അകലെയാണെന്ന് തോന്നുമെങ്കിലും സൗരയൂഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ താരതമ്യേന അടുത്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. താരതമ്യത്തിന് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2,38,238,900 മൈലാണ്. ഇത് ഈ ചിഹ്നഗ്രഹത്തിൻ്റെ ദൂരം ചന്ദ്രനേക്കാൾ ഏകദേശം 10 ഇരട്ടി അകലെയാകുന്നു. അതായത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലത്തിൻ്റെ 10 ഇരട്ടി മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മണിക്കൂറിൽ 41,000 മൈലിൽ കൂടുതൽ ഇതിൻ്റെ വലിപ്പവും വേഗതയും ഇതിനെ ഒരു കൗതുകമുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നത്. ഇതിൻ്റെ ഒരു വലിപ്പം മാത്രമല്ല, ഒരു 41,000 മൈല് എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ വേഗതയായി കണക്കാക്കപ്പെടുന്നത്. ഇതിന് മറ്റു ചില അഭിപ്രായങ്ങൾ കൂടെ ഇതിന് വരാറുണ്ട് ഇതിനെപ്പറ്റി. അതായത് ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 58 മീറ്റർ, അതായത് 19 നില കെട്ടിടത്തിൻ്റെ ഉയരം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്. ഇത് പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഇതിനൊരു ലോകത്തുള്ള എല്ലാ വാനനിരീക്ഷകർക്കും ഇതൊരു കൗതുകമായിട്ടുള്ളൊരു വസ്തുവായിട്ട് ഇതിനെ കണക്കാക്കുന്നു. കാരണം ഇത്തരം വസ്തുക്കൾ അനന്തകോടി വർഷങ്ങളായിട്ട് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടെ പോകുമ്പോൾ അതിനെ നിരീക്ഷിക്കുന്നത് വഴി നമുക്ക് പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളിലേക്കുള്ളൊരു കിളിവാതിലായി അതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ 2025 PM2 എന്ന ചിഹ്നഗ്രഹം എന്തെങ്കിലും ഭീഷണി ഉയർത്തുന്നുണ്ടോ? ഈ പറക്കലിൽ 2025 PM2 എന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് ഒരു ഭീഷണിയുമില്ല എന്നാണ് വിദഗ്ധർ സ്ഥിരീകരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്ന ഇതിൻ്റെ സവിശേഷത
ഭൂമിയുടെ പാത മുറിച്ചു കിടക്കുന്ന ഭ്രമണപഥങ്ങളാണ്. പക്ഷെ പൊതുവെ സ്ഥിരതയുള്ളവയാണ്. 2 മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ ചിഹ്നഗ്രഹങ്ങളെ നാസ അപകടകാരികളായി കണക്കാക്കുന്നുണ്ട്. അതായത് 2 മാനദണ്ഡങ്ങൾ വച്ചിട്ടാണ് നാസ ഒരു ചിഹ്നഗ്രഹം വരുമ്പോൾ അത് അപകടകാരിയാണോ ഇല്ലയോ എന്നും കണക്കാക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് 7.4 ദശലക്ഷം കിലോമീറ്ററിനുള്ളിൽ കടന്നു പോവുക, 85 മീറ്ററിൽ കൂടുതൽ വ്യാസം ഉണ്ടാകുക, ഇതാണ് ആ മാനദണ്ഡങ്ങൾ. അപ്പോൾ 2025 PM2 85 മീറ്റർ കൂടുതൽ വലുതാണെങ്കിലും 2 സാഹചര്യങ്ങളിലും നിറവേറ്റാൻ തക്കം വിധം ഭൂമിയോട് അടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുതയായി പറയുന്നത്. തൽഫലം ഇത് ഭൂമിയോട് ചേർന്നുള്ള ഒരു വസ്തുവായി നിരീക്ഷിക്കപ്പെടുന്നു. പക്ഷേ ഈ ഏറ്റുമുട്ടൽ അപകടകരമാണെന്ന് തരംതിരിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും ബഹിരാകാശ ഏജൻസികൾ ഭൂമിയോട് ചേർന്നുള്ള ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഭൂമിക്ക് ഭീഷണിയായിട്ട് ഇത് ഇങ്ങനെ ഈ പറയുന്ന ചിഹ്നഗ്രഹങ്ങൾ വരുമോ എന്നുള്ളത് തന്നെയാണ്. താരതമ്യേന ചെറിയ ചിഹ്നഗ്രഹങ്ങളെ പോലും നിരീക്ഷിക്കുന്നത് നിർണായകമാണ്. ഗുരുത്വാകർഷണ ബലങ്ങൾ അല്ലെങ്കിൽ കുട്ടിടികൾ മൂലം ഉണ്ടാകുന്ന ഒരു ചെറിയ പരിക്രമണ പഥം മാറ്റം അവയുടെ പാതകളെ ഗണ്യമായി മാറ്റുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ട്രാക്കിംഗ് ശാസ്ത്രജ്ഞർക്ക് ഇവ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ ഭാവിയിലെ സഞ്ചാരപഥങ്ങൾ കൃത്യമായി പ്രവചിക്കുക, ചിഹ്നഗ്രഹങ്ങളുടെ ഘടനയും ഉപഘടനയും മനസ്സിലാക്കുക. നാസ, ESA, JAXA എന്നിവയുമായി സഹകരിച്ച് 2029 അപ്പോഫീസ് പോലുള്ള വലിയ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ച് ഇസ്രോ ചെയർമാൻ S. സോമനാഥ് അടുത്തിടെ എടുത്തു പറഞ്ഞിരുന്നു. നേരിട്ടുള്ള അളവുകൾ ശേഖരിക്കുന്നതായി ചിഹ്നഗ്രഹങ്ങളിൽ ഇറങ്ങാൻ കഴിവുള്ള ദൗത്യങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിഹ്നഗ്രഹങ്ങളിൽ ഇറങ്ങുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപഗ്രഹങ്ങൾ അവിടേക്ക് അയക്കുക എന്നുള്ളതാണ്. ഇത് ശാസ്ത്രജ്ഞരെയും ഗ്രഹ പ്രതിരോധ സാങ്കേതിക വിദ്യയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചുവടുവയ്പ്പാണെന്ന് കരുതപ്പെടുന്നു. 2025 PM2 ഫ്ലൈബൈയുടെ പ്രാധാന്യം, അതായത് 2025 PM2 ഒരു അടിയന്തര ഭീഷണി അല്ലെങ്കിലും സൗരയൂഥത്തിന്റെ ചലനാത്മക സ്വഭാവത്തെ അതിന്റെ പറക്കൽ അടിവരയിടുന്നുണ്ട്. ശാന്തവും നക്ഷത്ര നിബിഡവുമായ ഒരു രാത്രി ആകാശം പോലും അപ്രതീക്ഷിത സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. ഇത് തുടർച്ചയായ നിരീക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർക്ക് പരിക്രമണ മെക്കാനിക്സ് സാധ്യതയുള്ള ചിഹ്നഗ്രഹ അപകടങ്ങൾ എന്നിവ മനസ്സിലാക്കാനും ഭാവി ദൗത്യങ്ങൾക്കുള്ള തന്ത്രങ്ങൾ അറിയിക്കാനും സഹായിക്കുന്നു. ഓരോ അടുത്ത ഏറ്റുമുട്ടലും ചിഹ്നഗ്രഹ ഘടന, ഭ്രമണം, ഉപരിതല സവിശേഷതകൾ എന്നിവ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. ഇത് ശാസ്ത്രത്തിനും പ്രതിരോധത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ എൻകൗണ്ടറാണ്. അതായത് നമുക്ക് അന്തരീക്ഷത്തിൽ വരുന്ന എന്ത് കാര്യത്തിനെയും നമ്മൾ എൻകൗണ്ടർ ആയിട്ടാണ് കരുതുന്നത്. അതായത് പൊതുവെ അതെല്ലാം തന്നെ ഒരു ഭീഷണിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതൊരു ആസ്ട്രോയിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന UFO എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഏലിയൻ എന്നൊക്കെ പറയുന്ന, അത് ആ ബഹിരാകാശത്തിൽ നിന്ന് വരുന്ന എന്ത് കാര്യവും നമ്മൾ അതിനെ ഒരു ത്രെറ്റായിട്ടാണ് പറയുന്നത്. കാരണം അത് ഭൂമിയെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും അത് ഇവിടെ പൊരുത്തപ്പെടുക എന്നുള്ളതിനെ പറ്റി നമുക്കൊരു പൂർണ്ണമായ ഒരു അറിവ് അതിന് ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ എൻകൗണ്ടർ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇത്തരത്തിൽ ഉള്ള ഈ പറയുന്ന ആസ്ട്രോയിഡുകൾ ഇതെല്ലാം തന്നെ ഭൂമിയോട് അടുത്ത സഞ്ചാരപഥങ്ങളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഭൂമിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാനുള്ള പ്രതിരോധശേഷി ഇതിനോടകം തന്നെ ലോകത്തിലെ എല്ലാ ഇതുപോലെയുള്ള സ്പേസ് കേന്ദ്രങ്ങളിലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുള്ള സാങ്കേതിക വിദ്യ. അപ്പോൾ ഇതുവരെ ഭൂമിക്ക് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതുപോലെയുള്ള ഒരു അനുഭവങ്ങൾ നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അത് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അത് ഉണർന്നു തന്നെ ഇരുന്ന് രാത്രി ഇത്തരത്തിലുള്ള സഞ്ചാരപഥങ്ങൾ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഇതിൽ മറ്റൊന്നും ഭയക്കേണ്ടതായിട്ടില്ല.